സീത, സാക്ഷാൽ സീതാദേവി, ജനിച്ചത് കൊട്ടാരത്തിലല്ലെങ്കിലും വളർന്നത് മുഴുവനും കൊട്ടാരത്തിലാണ്. ഓർമ്മ വെച്ച കാലം മുതലേ കൊട്ടാരം മാത്രമേ സീതാദേവി കണ്ടിട്ടുള്ളൂ. വിവാഹം കഴിച്ചു പോയതും മറ്റൊരു കൊട്ടാരത്തിലേക്ക്, ശ്രീരാമൻ്റെ പത്നിയായിട്ട്. കൊട്ടാരത്തിൽ മാത്രം ജീവിച്ച് ശീലിച്ച് സീതാദേവി പെട്ടെന്നൊരു ദിവസം വനത്തിലേക്കിറങ്ങാണ്, കൊടും വനത്തിലേക്കിറങ്ങാണ്. പക്ഷെ സീത സന്തോഷവതിയായിരുന്നു, ആനന്ദത്തിലായിരുന്നു. കാരണം മനസ്സിൽ ശ്രീരാമൻ മാത്രമായിരുന്നു. അതുകൊണ്ട് സീതയ്ക്ക് കൊട്ടാരവും വനവും തമ്മിലുള്ള വ്യത്യാസം പോലും തോന്നിയില്ല, ഒരു വ്യത്യാസവും തോന്നിയില്ല. അത്രയ്ക്ക് ആനന്ദത്തിലായിരുന്നു സീത. പക്ഷേ ഈ ആനന്ദം അധികം നാൾ നിലനിന്നില്ല. നമുക്കറിയാം, ഒരു ദിവസം മാൻ പ്രത്യക്ഷപ്പെട്ടു. സീതയുടെ ശ്രദ്ധ ശ്രീരാമനിൽ നിന്നും മാനിലേക്ക് മാറി. അതോടുകൂടി സീതയുടെ ശ്രദ്ധ എപ്പം മാറിയോ ശ്രീരാമനിൽ നിന്നും മാനിലേക്ക്, അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും ആരംഭിച്ചു. നമുക്കറിയാലോ പിന്നീട് ആരംഭിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. ഈ കഥയുടെ സന്ദേശം മനോഹരമല്ലേ? എപ്പോൾ നമ്മൾ നമ്മളുടെ ഫോക്കസിൽ നിന്നും മാറുന്നു ജീവിതത്തിൽ, അത് വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൻ്റെ ഫോക്കസിൽ നിന്ന്, ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിയുടെ ഫോക്കസിൽ നിന്ന്, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൻ്റെ ഫോക്കസ്, നമ്മളുടെ പ്രവൃത്തിയുടെ, നമ്മളുടെ ജീവിതത്തിൽ എന്താണോ നമ്മൾ ഫോക്കസ്ഡായിട്ട് നിൽക്കേണ്ടത്, അതിൽ നിന്ന് നമ്മൾ എപ്പോൾ മാറുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കും. സോ സ്റ്റേ ഫോക്കസ്ഡ്. നമ്മൾക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, നമ്മൾക്ക് വളർച്ച തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതിൽ ഫോക്കസ്ഡായിട്ട് നിൽക്കുക. താങ്ക് യു.